ചന്ദ്രമ്മയായിരുന്നു. നീ എന്താ രാത്രി പുറത്തിറങ്ങി നിൽക്കുന്നേ? ഞാനൊന്ന് ഫോൺ ചെയ്യാനായിട്ട്. അതെന്താ അകത്ത് വെച്ച് സംസാരിക്കാൻ വയ്യേ? ഇത്ര രഹസ്യമായിട്ട് സംസാരിക്കാൻ ആരായിരുന്നു ഫോണില്? രഹസ്യമൊന്നുമല്ല. ഉറങ്ങിക്കിടക്കുന്ന അമ്മയും ചന്ദ്രാമ്മയും ഉണർത്തണ്ടെന്ന് കരുതി. എനിക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ അവക്കിപ്പോ നിന്റെ പ്രായമായിരുന്നേനെ. നീയും എന്റെ മോളെ പോലെ തന്നെയാ. ചന്ദ്രയുടെ കൂടെ അമ്മാന്ന് ചേർത്ത് നീ വിളിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം തന്നെയാണെങ്കിൽ നീ എന്നോടൊന്നും ഒളിച്ചു വെക്കരുത്. നിങ്ങൾ ഇവിടേക്ക് വന്നിട്ട് നാളെ ഇതുവരെ നിന്നോട് ഞാനൊന്നും ചോദിച്ചിട്ടില്ല, നീയൊന്നും പറഞ്ഞിട്ടുമില്ല. എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ നീ അത് പറയണം. സീതയ്ക്കപ്പുറം ഒരമ്മയായി നിന്ന് ഞാൻ ഇതിന് പരിഹാരം കാണാൻ ശ്രമിക്കാം. ചന്ദ്രാമ്മേ, ഞാൻ അങ്ങനെ ഒന്നും ചന്ദ്രാമ്മയെന്ന് ഒളിച്ചു വെക്കുന്നില്ല എന്ന് പറയുന്നില്ല. കുറച്ചു കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇപ്പൊ പറയാത്തത് ചന്ദ്രാമ്മയെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണെന്നോ ഏതെങ്കിലും തരത്തില് എന്നെ ബാധിക്കുന്ന ഓർത്തുമല്ല. എനിക്ക് പറയാനുള്ളതും ചന്ദ്രാമ്മയ്ക്ക് അറിയാത്തതും അത്രയ്ക്ക് സുഖകരമായ കാര്യങ്ങളല്ലാത്തതുകൊണ്ടാ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്തു തീർക്കാനുണ്ട്. മറ്റാർക്കും സഹായിക്കാനാവാത്ത എനിക്ക് മാത്രം പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാ അത്. എല്ലാം ഞാൻ ചന്ദ്രാമ്മയോട് പറയുന്നുണ്ട് ഒരു ദിവസം. അത് ഞാനായിട്ട് തന്നെ പറയും. എത്ര ഓടിയാലും ചിലപ്പോ എന്നെ കൊണ്ട് കൂട്ടിയ കൂടില്ലെന്ന് ബോധ്യപ്പെടുമ്പോ അന്ന് ഞാൻ പറയാം. അന്ന് ഒരമ്മയായി നിന്ന് എന്നെ സഹായിച്ചാ മതി.